വെൽക്കം ടു സിംഗപ്പൂർ വ്ളോഗ്. നമ്മുടെ 4ാമത്തെ ദിവസമാണ് സിംഗപ്പൂർ. ഇന്ന് നമ്മൾ സിംഗപ്പൂരിനോട് ബൈ പറയാണ് കേട്ടോ. നമ്മളിവിടുന്ന് ബസ് എടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു, കാരണം അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണെന്ന്. ഇന്ന് ഇവിടെ നമ്മൾ ഈ ജസ്റ്റ് ഒരു സിറ്റി ടൂർ പോലെ ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാണ്ട് നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ചൈന ടൗണിലാണുള്ളത്. ഇവിടെ നമ്മൾ ചുറ്റിക്കറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു കനാലുണ്ട് ഇവിടെ, അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് ഇവിടുത്തെ കുറച്ച് ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാം. രാവിലെ നമ്മുടെ സൗത്ത് കൊറിയൻ ബ്രോനെ കണ്ടില്ലേ, ഹൈഡൻ. പുള്ളി ഇവിടെ നിന്ന് പുള്ളി നേരെ ടർക്കിയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഈസ്റ്റേൺ യൂറോപ്പൊക്കെ കവർ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഖത്തറിനാണ് പുള്ളിയുടെ ഫ്ലൈറ്റ്. ഭയങ്കര നല്ലൊരു പുള്ളിക്കാരനായിരുന്നു. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ പോകുമ്പോൾ പുള്ളി താഴെ വരെ വന്നിട്ടോ അവിടുന്ന് ഒരു സെൽഫി എടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടക്കാം. ഓക്കെ, നമ്മൾ സിംഗപ്പൂർ വ്ളോഗിൻ്റെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാവുന്നതാണ്. നമ്മളതിനെക്കുറിച്ച് അതിനൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അടുത്ത വ്ളോഗിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സം ഫൺ. നമ്മളങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നിറയെ വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇതിലൊക്കെ കോലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക്സ് കിട്ടുക. $2 ഒക്കെ എങ്ങാണ്ടാണ്, 1.20 SGD. ഇവിടെ ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഡ്രൈ പ്രോൺസ്, ഡ്രൈ ചെറിയ ഫിഷ്, സ്ക്വിഡാ. എൻ്റെ മോന് ഡ്രൈ സ്ക്വിഡ് കേട്ടോ. ഡ്രൈ ഇതെന്തോ ഇലയാന്ന് തോന്നുന്നേ, വാൾനട്ട്. വേറെ എന്തൊക്കെയോ എനിക്ക് അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. രക്ഷയില്ല. ഇത് പിസ്തയുടെ വേറെ എന്തോ തോന്നുന്നു. അല്ല, ഇത് ഓപ്പൺ അല്ല. ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. $2 ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് സ്ക്വീസ് ചെയ്ത് ജ്യൂസായിട്ട് ഇതിൽ വരും കേട്ടോ. ഈ ഒരു കപ്പിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. കാർഡ് ഓർ നോട്ട് ഇൻസേർട്ട് ചെയ്യുക, പ്രസ് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക, വെയിറ്റ് ഫോർ ഓറഞ്ച് ടു ബി ജ്യൂസ്ഡ്. ഈ ഓറഞ്ച് ജ്യൂസായി വരുന്നതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കി നോക്കാം. അത് നമ്മൾ $2 ആണ്. $2 കറൻസിയാണ്. ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. പോയി കേട്ടോ. സ്റ്റാർട്ട് ബട്ടൺ എവിടെ? ഇത് അടുത്ത ഓറഞ്ചിലേക്ക് വീഴുന്നു കേട്ടോ. അതിലതിനെ കൊണ്ടുപോയിട്ട് ഈസി ചെയ്ത് ജ്യൂസാക്കി വരുന്നു. ഉള്ളിലേക്ക് പോയി സീൽ ചെയ്യാൻ പോയത്. ജ്യൂസ് കിട്ടിയേ, സെറ്റ് അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഫ്രഷ് കുറഞ്ഞതൊന്നും പറ്റില്ല. ഇവിടുത്തെ 7-Eleven സ്റ്റോറാണിത്. നമ്മളിവിടെ 7-Eleven സ്റ്റോറിലാണ് എന്തും വാങ്ങിക്കാനായിട്ട് വരാറ്. എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ നോർമൽ നൂഡിൽസ് ആണ്. അതിലേക്ക് ഹോട്ട് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 to 5 minutes വെച്ച പക്ക നൂഡിലാവും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് നൂഡിൽ കഴിക്കാൻ പറ്റും. സോസേജ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ മെഷീൻ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അവിടെ നിന്നാ പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പീപ്പിൾസ് പാർക്കിലൂടെ കേട്ടോ. ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മഴ പൊടിയുന്നുണ്ട്, കുഞ്ഞതായിട്ട്. വെൽക്കം ടു പീപ്പിൾസ് പാർക്ക്. ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പോയില്ലേ, അപ്പോൾ വീഡിയോയിൽ ഉണ്ടായ അവരുടെ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് പീപ്പിൾ പാർക്ക്. ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ്. രാവിലെ തന്നെ ഓൺ ആയിട്ടുണ്ട്. സമയം പോയി 10 മണിയോടെ ആയിട്ടുള്ളൂ.
ഫിഷ്, ബ്രോക്കലി, പോർക്ക് എല്ലാം ഉണ്ട്. $7 ഷോർട്സ് ഉണ്ട്. അതിവിടുത്തെ മാർക്കറ്റ് പോലത്തെ സ്ഥലമാണ്. പച്ചക്കറികളൊക്കെ ഫുട്പാത്തിൽ ഇങ്ങനെ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, ബ്ലാക്ക്ബെറി, മൾബെറി. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മഴയില്ല, നല്ല കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ഡ്രിസിലിംഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആളുകൾ സൈക്കിളുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ ആയിട്ട് സിറ്റൊക്കെ ഇങ്ങനെ ഓണായി തുടങ്ങുന്നുണ്ട്. മോർണിംഗ് ജോലിക്ക് പോകുന്നവരൊക്കെ ആയിട്ട് റോഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നമുക്ക് പച്ചപ്പ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ എത്ര വലിയ ഒരു സിറ്റി ആണെങ്കിലും ഇവിടെ എവിടെ ഒരു പച്ചപ്പിനൊരു കുറവില്ല. അപ്പോൾ നമ്മൾ നടക്കുന്ന ഫുട്പാത്തിലായിക്കോട്ടെ, ഫുള്ള് രണ്ട് സൈഡിലും പുല്ലുകളൊക്കെ ആയിട്ട്, അതുപോലെ നടക്കുന്ന വഴിയിലൊക്കെ ഇവിടെ റോഡ് സൈഡിലാണെങ്കിൽ കൂടെ നിരവധി മരങ്ങളൊക്കെ ആയിട്ട് നല്ല എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ലെവൽ, നെക്സ്റ്റ് ലെവലിലേക്കാണ് ഇത് ഇവർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അല്ല, നെക്സ്റ്റ് 20 yearsലേക്കുള്ള ഒരു രീതിയിൽ ഒരു ഫോർകാസ്റ്റിംഗ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള പോലെയുള്ള ഒരു പ്ലാനിങ് ആണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഇപ്പോഴത്തേനേക്കാളും വേറെ ഒരു ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ. നല്ല മാങ്ങ. ഞങ്ങൾ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുമ്പോഴേ ബാക്കിലൊരു കടയുണ്ടായിരുന്നേ. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു കിളിക്കൂട്, ഒരു കിളിയുടെ പോലത്തെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിങ്കാണത്. ആ ഡ്രിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കിളിയുടെ സലൈവേന്നാണ്. ആകാശ് ബ്രോ, ആ ഇതുണ്ടോ? അത് നോക്കിയായിരുന്നു, ആ കിളീൻ്റെ സാധനം നോക്കിയായിരുന്നേ. ഇതാ എഡിബിൾ ബേർഡ്സ് നെസ്റ്റ്. ഈ ഒരു എന്താ പറയുക, കിളീൻ്റെ സലൈവ് എന്നാണ് ആ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങി ഓടി പറയുന്നത്. ആകാശ് ബ്രോ ഓടി. എന്നാലേ ഇത് $5 ഇവിടെ ടീഷർട്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമേ, കണ്ടോ? ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ഉണ്ടാവും. ഈ സൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാം. മഴ പൊടിയുന്നുണ്ട് കേട്ടോ. നീല കളറിൽ വരുന്നില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ടാക്സി കേട്ടോ. സിഗ് എന്നാണ് ഈ ഒരു ടാക്സിന്റെ പേര്. സിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ടാക്സി വിളിച്ചിട്ട് പോരാൻ പറ്റും. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ടാക്സിയിലാണ് വന്നത്. റോഡ് ക്രോസിംഗ് ആയ ഈ മോൾ വന്നേ. നമ്മൾ ഈ മോളിൻ്റെ സൈഡിൽ തന്നെ വലിയ ഫുട്പാത്ത് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മോൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ഥലം കയ്യേറും. ഇവിടെ മോൾ വെച്ചിട്ട് അവർ തന്നെ ഇത്രയും വലിയ ഫുട്പാത്ത് ഉണ്ടാക്കിയാണ് നടക്കാൻ വേണ്ടിയിട്ട്. റോഡിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അറൗണ്ട് ഒരു 3 to 4 meter ഡിസ്റ്റൻസ് ഉണ്ട്. വണ്ടികളൊക്കെ ഒരു രക്ഷത്തെ മോഡിഫൈഡ്. ബാക്കിൽ ഒരു വണ്ടി നിൽക്കുന്നുണ്ട്, ടൊയോട്ടയുടെ ലിവ തോന്നുന്നു. ഇവിടെ വേറെ വേറെ പേരുകളാട്ടോ. ഇവിടെ ടൊയോട്ട വെൽഫെയറിനെ ടൊയോട്ട ആൽഫാഡ് എന്ന് പറയുന്നത്. അങ്ങനെ വണ്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. മോഡിഫൈ ഒക്കെ ചെയ്ത് നല്ല അലോയിലേക്കിട്ട് ചെത്തി നമ്മൾ ഈ ഹൈവേയിലൂടെ മിന്ന നമുക്ക്. മോഡിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല. മോഡിഫിക്കേഷനുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ സിംഗപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാർ ഓൺ ചെയ്യാന്നുള്ളത് കുറച്ച് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അറൗണ്ട് കാർ ഓൺ ചെയ്യാൻ തന്നെ ഒരു $130,000 തൊട്ട് വേണം. പിന്നെ ഒരു 1 lakh സിംഗപ്പൂർ, അതായത് 130,000 STD വേണം. അത് കൂടാതെ ഒരു 1 lakh STD ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ പെർമിറ്റ് പോലെ എന്തോ സംഭവം അല്ലേ, COA അല്ലേ, COA അതെടുക്കാനും നമുക്ക് വേണം കേട്ടോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കാർപ്പൻറ്റർ സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. കാർപ്പൻറ്റർ സ്ട്രീറ്റ്. ഇവിടെ കൂടുതലായിട്ടും ഈ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവാൻ തോന്നുന്നു. ആശാരി സിറ്റി. ബൈ റെക്സാക്കിൻ, ബൈ. നമ്മൾ നടക്കുമ്പോൾ ബണ്ണിൻ്റെ ഷോപ്പുണ്ട്, നിറയെ ബണ്ണുകളുണ്ട് കേട്ടോ ഇവിടെ.
ബണ്ണെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക പ്രൈസ് കുറവായിരിക്കും ബാക്കിയുള്ള ഫുഡിനൊക്കെ അപേക്ഷിച്ച്. വലിയ ബണ്ണുകളാണ്, നല്ല ഭംഗിയുള്ള രസമുള്ള ചോക്ലേറ്റ് ബണ്ണും ക്രീം ബണ്ണും അതുപോലെ ചീസ് ബ്രെഡൊക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൺസ് ഉണ്ട്. ഫ്രഷി ട്യൂണ, കായ ബട്ടർ പൊട്ടാറ്റോ കറി, ചിക്കൻ ഹാം ചീസ്. പ്ലീസ് വൺ ചിക്കൻ ഹാം ചീസ് പ്ലീസ്. വൺ പീസ്. What is the shop name? Roti. കോയിനാണ് ഇവിടുത്തെ. ഓക്കെ പ്ലീസ് വൺ പാർമസൻ ചീസ് ടു. Can we eat here? Can we eat from here on the road? No. Can we eat from the road? Ah, yeah. 70. Parking as well. താങ്ക് യു. Thank you. ഒരു രക്ഷയുണ്ട് കേട്ടോ ബണ്ണ്. പാർമസാൻ വൺ ചീസിയാ, ഭയങ്കര ചീസിയാ. യെല്ലോ ആണ് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞത്. നല്ല ടേസ്റ്റ് രക്ഷയില്ല. ഇത് വരുമ്പോൾ നമ്മൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ബൺസൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഷോപ്പിൽ പോയി മറക്കുന്ന റോട്ടി നിങ്ങളിവിടെ വരുമ്പോൾ ജസ്റ്റ് റോട്ടിന്ന് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമേ. മണി എക്സ്ചേഞ്ചിൽ വന്നേക്കുവാണേ. നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ മലേഷ്യയിലേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മളതിലെ സിംഗപ്പൂർ ഡോളേഴ്സൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ മലേഷ്യൻ റിങ്കറ്റിലേക്ക്. ഇതാണ് മലേഷ്യൻ റിങ്കറ്റ്. നമ്മൾ 74 SGD കൊടുത്ത് നമുക്ക് 253 മലേഷ്യൻ റിങ്കറ്റ് കിട്ടി. 1 SGD ആണ് അവരുടെ കൺവീനിയൻസ് ചാർജ് കേട്ടോ. ട്രെയിൻ സ്റ്റാർട്ട്സ്. പനി പിടിച്ച് കിടക്കേണ്ട മലേഷ്യയിൽ ഞങ്ങൾ പോകും. സജു നമ്മൾ കാർപ്പൻറ്റർ സ്ട്രീറ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കനാലിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ബസ്സിൽ വന്നപ്പോൾ ഈ കനാൽ കാണാൻ ഒരു രക്ഷയുണ്ടായില്ല. നല്ല ബ്ലൂ ലൈറ്റൊക്കെ ആയിട്ട് ജസ്റ്റ് ബസ് പാസ് ചെയ്യുമ്പോൾ ഒരു 1 to 5 സെക്കൻഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു അമേസിങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ വന്നപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇന്ന് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. ഇതൊരു പ്രാവ് പോകുന്നുണ്ടോ. ഇവിടെ ഇങ്ങനത്തെ പക്ഷികളെയൊക്കെ കുറച്ച് ഈ ഒരു പച്ചപ്പുള്ള സ്ഥലത്തേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. എപ്പോഴെപ്പോഴൊന്നും കാണാൻ പറ്റില്ല. കൂടുതൽ കുറച്ച് പക്ഷികളേ ഉള്ളൂ. വലിയ കൂട്ടങ്ങളെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വല്ല പ്രാവോ അല്ല കുഞ്ഞിക്കിളികളെയോ ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് കനാലിലൂടെ പോയിട്ട് കുറച്ച് നല്ല ഷോട്ടുകൾ എടുക്കാം, നല്ല കുറച്ച് കാഴ്ചകളും കാണാം. ചെറിയ മഴ വീണ്ടും പൊടിഞ്ഞു തുടങ്ങിയേ. ഇതാണ് കേട്ടോ ആ ഒരു കനാല്. നേരെ കനാലിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് മറീന ബൈ ഹോട്ടൽ കാണാം. ഇത് ഹൈവേ സൈഡ് തന്നെയാണ് കേട്ടോ. ജംബോ സീ ഫുഡ്. ഇവിടെ സീ ഫുഡ് ഹോട്ടൽസ് ഉണ്ട്. ഇത് റിവർ വാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ഡോർമെറ്ററി. ഇതിൽ 10 ബെഡുണ്ട്, മേലെയും താഴെയെല്ലാം കൂട്ടിയിട്ട് 6 ബെഡുള്ള ഡോർമെറ്ററി ഉണ്ട്. അതുപോലെ 3 ബെഡുള്ളതുണ്ട്. നമ്മുടെ ഡോർമെറ്ററി പേര് സ്ക്വാഡ് എന്നാണ്. സ്ക്വാഡ് ബേ 1 ബേ 2 അങ്ങനെ നമ്മുടെ ഡോർമെറ്ററീസിൻ്റെ പേരൊക്കെ അടിപൊളിയാട്ടോ. നമുക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനൊക്കെ നമ്പർ ലോക്കൊക്കെയാണ്. നമ്പർ ലോക്ക് അടിച്ചിട്ട് വേണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ. മോർണിംഗ് ആണ്. ഇപ്പോൾ 8 കഴിഞ്ഞിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ ഈ റക്സാക്കിൻ എന്ന് പറഞ്ഞ സ്റ്റേയിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് മോർണിംഗ്. അത് മാത്രമേ ഉള്ളല്ലോ. ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ നമ്മളൊരു കോഫി ഉണ്ടായി കുടിക്കാൻ പോകാം.
മിലോൻ്റെയാണ്. അവിടെ സ്പൂൺസ് എല്ലാം എന്ത് ചെയ്യും? ബാക്കി സ്പൂൺസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ച റക്സാക്കിൻ്റെ ഒരു അടിപൊളി സ്റ്റേ ആണ്. Booking.com എന്നാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. Booking.com ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ബഡ്ജറ്റായിട്ട് താമസിക്കാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് മലേഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മലേഷ്യൻ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ റക്സാക്കിൻ. ബൈ.